ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോയിരുന്നു. ഓയിലില്ലാതെയാണ് വണ്ടി ഓടി എഞ്ചിൻ പിടിച്ച് ഓഫ് ചെയ്തതാണ്. അപ്പോൾ പിസ്റ്റൺ പിടിച്ച് ഓഫ് ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷം ഓയിൽ ഒഴിച്ചായിരുന്നു, പക്ഷേ വണ്ടി സ്റ്റാർട്ടായി കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ നമ്മളത് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. നിലവിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റണൊക്കെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഉരുകി പിടിച്ചേക്കാണ്. പിസ്റ്റണിൻ്റെ അവസ്ഥ ഇതാണ്. പിസ്റ്റൺ പിന്നുമേ ഉരുകി പിടിച്ചേക്കാണ്. കണക്ടർ റോഡൊക്കെ ആയിട്ട് ഫുൾ സ്റ്റക്കായി പോയി സംഭവം. കാരണം അത് ഓയിലില്ലാണ്ട് ഓടി നല്ല രീതിയിൽ സൗണ്ട് കാണിച്ചിട്ടാണ് ഓഫായത്. അത് ശരിക്കും പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. സിലിണ്ടറിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് ഒക്കെ വന്നു. നല്ലോണം പിസ്റ്റൺ ഉരുകിയേക്കണം, അത് കാണാനായിട്ട് പറ്റും. പിന്നെ നിലവിൽ ഈ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ വന്ന മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വാൽവ് ഗേഡൊക്കെ കംപ്ലയിൻറ്റ് വരും. പിന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് ഐറ്റംസുമായി ബന്ധപ്പെട്ട എല്ലാ ബെയറിങ്ങും പോകും. അപ്പോൾ ഈ ബെയറിങ്ങിനൊക്കെ ഓൾറെഡി നമ്മളിങ്ങനെ കറക്കുന്ന സമയത്ത് തന്നെ ഒരു നോർമലായിട്ട് ഇപ്പോൾ ഒരു കറകറാന്നുള്ളൊരു സൗണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്യാം ഷാഫ്റ്റ് വേറെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല, സൈഡ് ബെയറിങ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിൻ്റെ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാവും. സൈഡിൽ വരുന്ന 2 ബെയറിംഗ് ഉണ്ട്, ബോൾ ബെയറിങ്ങൾ. ആ ബെയറിങ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാവും. തന്നെയല്ല, നമുക്ക് കണക്ടർ റോഡുമ്പോൾ പിസ്റ്റൺ ഉരുകി പിടിച്ചിരിക്കുക, അതായത് ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്ത രീതി. ഇപ്പോൾ വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യേണ്ടതായിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ വലിയ ബലം കൊടുത്താൽ പോലും അത് അനങ്ങാത്തൊരു കണ്ടീഷനിലേക്ക് ഉരുകി പിടിച്ച് പോയേക്കാണ്. അപ്പോൾ ശരിക്കും ഇത് എഞ്ചിൻ വർക്കായിട്ട് തന്നെ ചെയ്യണം. അതായത് ഈ ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടറൊക്കെ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം ഏറ്റവും ബെറ്റർ കേട്ടോ. ഈ ക്രാങ്ക് പുതിയത് മേടിച്ച് കയറ്റാം, സിലിണ്ടർ പിസ്റ്റൺ പുതിയതിടാം, വാൽവ് മാറ്റി പുതിയതിടാം, വാൽവ് ഗൈഡ് കാര്യങ്ങൾ നമുക്ക് ലേറ്റി കൊടുത്തത് റെഡിയാക്കി എടുക്കാം. ക്യാം ഷാഫ്റ്റ് നമുക്ക് പുതിയത് സെറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് ഈ സൈഡ് ബെയറിംഗ് മാത്രം ലേറ്റി കൊടുത്താൽ മാറ്റി കിട്ടും. ഏകദേശം ഒരു 350 രൂപ 400 രൂപ താഴെ നമുക്ക് അതിൻ്റെ റേറ്റ് വന്നോളൂ. ക്യാം ഷാഫ്റ്റ് അസംബ്ലിക്ക് ഏകദേശം ഒരു 1000 രൂപ എടുത്ത് നമുക്ക് ചിലവുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10-60 രൂപ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എഞ്ചിൻ ഓയിൽ ഇപ്പോൾ ഇതുമേ കിടക്കുന്ന ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എഞ്ചിൻ വർക്കായിട്ട് ചെയ്യുമ്പോൾ പുതിയ ഓയിൽ ഫില്ല് ചെയ്യണമായിരിക്കും എപ്പോഴും ബെറ്റർ കേട്ടോ. പിന്നെ അതിൻ്റെ ക്ലച്ച് സൈഡ് നമ്മൾ ചെക്ക് ചെയ്തു, ബെൽറ്റൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടാം. വേരിയേറ്റർ ബോഡിയൊക്കെ പുതിയതാണ് കിടക്കണം കേട്ടോ. പിന്നെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എയർ ഫിൽറ്ററും കാർബറേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. എയർ ഫിൽറ്റർ മാറ്റേണ്ടതാണെങ്കിൽ മാറ്റണം, കാർബറേറ്റർ ക്ലീൻ ചെയ്ത് എന്തെങ്കിലും റീസെറ്റ് ആക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമുക്കൊരു എഞ്ചിൻ വർക്കിൻ്റേതായിട്ടുള്ള ഒരു പണി കിട്ടിയിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, വാൽവ് തുടങ്ങിയിട്ട് ആ ഭാഗങ്ങളാണ്. ഈ സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ എഞ്ചിൻ 3 പാർട്ടായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ പവർ ജനറേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഈ സിലിണ്ടർ പിസ്റ്റൺ ഹെഡിൻ്റെ ഭാഗമാണ്. പിന്നെ ഷാഫ്റ്റ് മേന്ന് വന്നിട്ടാണ് CVT ക്ലച്ച് ഈ ഭാഗത്ത് വർക്ക് ചെയ്യുക. അപ്പോൾ CVT ക്ലച്ച്, പവർ ജനറേഷൻ വന്ന ഭാഗങ്ങൾ, ക്ലച്ച് ഭാഗം, ഗിയർ ട്രാൻസ്മിഷൻ കൊണ്ട് വേറെ സെക്ഷൻ, അങ്ങനെ 3 സെക്ഷനായിട്ടാണ് സ്കൂട്ടറിൻ്റെ വന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്തും പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല, ആ ക്ലച്ചിൻ്റെ ഭാഗത്തും പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. വന്നേക്കുന്നത് ഈ പവർ ജനറേറ്റ് ചെയ്യുന്ന ഭാഗത്ത് തന്നെ പ്രോബ്ലമാണ്, അതായത് സിലിണ്ടർ പിസ്റ്റൺ ഐറ്റംസാണ് വന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സാധാരണ രീതിയിൽ 2 രീതിയിൽ ചെയ്യാറ്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പാർട്സുകൾ കമ്പനി ഐറ്റം മേടിച്ച് നമ്മൾ മാറ്റി ഇൻസ്റ്റാൾ ചെയ്ത് റീസെറ്റ് ആക്കാം. അതാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് പിന്നീടൊരു കംപ്ലയിൻറ്റ് വരാനില്ല. കറക്റ്റ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിലാണ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ്സ് 99% പിന്നെ വരില്ല. നമ്മൾ കറക്റ്റ് സർവീസ് ആയിരിക്കണമെന്നുള്ളൂ. ഓയിൽ ചേഞ്ചും സർവീസും കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അതങ്ങനെ നിന്നോളും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പറ്റിയേക്കുന്ന കേസ് ഓയിൽ ചേഞ്ചൊക്കെ സമയം വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറന്നുപോയോ ടൈം കൂടുതലോടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഈ പ്രോബ്ലംസ് പിന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെയുള്ളതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ റിപ്പയർ ചെയ്തിടാനായിട്ട് പറ്റും. ഈ ക്രാങ്ക് ഷാഫ്റ്റ് ലേറ്റി കൊടുത്താൽ റിപ്പയർ ചെയ്ത് കിട്ടും. ഈ സിലിണ്ടറും ലേറ്റി കൊടുത്താൽ സിലിണ്ടർ പഴയ സിലിണ്ടറിന് യൂസ് ചെയ്തിട്ട് പിസ്റ്റൺ പുതിയ പിസ്റ്റൺ ഇട്ട് ബോർ ചെയ്ത് തരും. വാൽവ് എന്തെങ്കിലും മാറ്റേണ്ടി വരും, വാൽവ് ഗൈഡ് മാറ്റേണ്ടി വരും, ക്യാം ഷാഫ്റ്റിൻ്റെ 2 സൈഡ് ബെയറിംഗ് മാറ്റേണ്ടി വരും. അപ്പോൾ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ലേത്ത് വർക്ക് ചെയ്യുമ്പോഴും പാർട്സ് പുതിയത് വയ്ക്കുമ്പോഴും ഏകദേശം വലിയ വ്യത്യാസമൊന്നും വരാൻ പോകില്ല. ഒരു 1000, 2000, 2500 രൂപയുടെ വ്യത്യാസമാണ് കോമൺ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അപ്പോൾ നമ്മൾ സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ക്രാങ്ക് സിലിണ്ടറൊക്കെ മാറ്റി പുതിയത് മേടിച്ച് സെറ്റ് ചെയ്യുക, കറക്റ്റ് സർവീസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ലൈഫ് ടൈം നമുക്ക് ഉപയോഗിക്കാവുന്നൊരു വർക്കാണ്. ഇപ്പോൾ ഹോണ്ടയുടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കംപ്ലയിൻസ് ഒന്നും വന്നല്ല. ഇതൊക്കെ നമ്മുടെ മെമ്മറി കുറവ്, ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ വന്ന കേസുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വന്ന കംപ്ലയിൻ്റാണ് ഇപ്പോൾ കിട്ടിയത് വണ്ടി. അപ്പോൾ കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. പിന്നെ കോസ്റ്റ് കുറയ്ക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞ ബോറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. അതും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. പിന്നീട് ഓടി കംപ്ലയിൻറ്റ് വന്നാൽ ഈ ചെയ്യണ പൈസയും പോവും, പിന്നീട് നമ്മൾ വീണ്ടും പൈസ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും.
അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ നോക്കിയിട്ട് അത് റിപ്ലൈ ഇടാനായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അതിനകത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പാർട്സുകൾ വർക്കിൻ്റേതായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. എയർ ഫിൽറ്ററും കാർബറേറ്റർ ക്ലീനിങ് ആയിട്ട് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. കാരണം ഇപ്പോഴത്തെ കാർബറേറ്ററുകൾ പെട്രോള്, എത്തനോൾ യൂസ് ചെയ്യുന്ന പെട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കാർബറേറ്ററുകളും കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ കാർബറേറ്റർ മാറ്റുന്ന കേസല്ല, കാർബറേറ്റർ റിപ്പയറിംഗ് ആയിട്ട്, അതായത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. എയർ ഫിൽറ്റർ പിന്നെ നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം. ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ ആ ഭാഗം കറക്റ്റായിട്ട് ചെയ്ത് വിടുന്നുണ്ട്. അതും എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് ആ രീതിയിൽ വർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.